ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധി വന്നിരുന്ന് കരച്ചിലും പറച്ചിലും ഒക്കെ ആട്ടോ. എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആരും ഇല്ല, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ല, എല്ലാവരും ഇല്ലേടാന്ന് അച്ഛൻ ചോദിക്കും. എനിക്ക് ഇന്നുവരെ അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ ശ്രുതി, അവൾ എന്നെ ചതിച്ചു, അതുകൊണ്ട് ഇപ്പോൾ ഈ ലോകത്ത് ആരെയും വിശ്വാസമില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. ഇതൊക്കെ കേട്ട് സച്ചിയും രേവതിയും അച്ഛനും ആകെ സങ്കടത്തിൽ നിൽക്കുക. അവൾ എന്നോട് കള്ളം പറഞ്ഞു, എന്നെ ചതിച്ചു എന്നൊക്കെ പറയുമ്പം, എടാ ഇത് നീ 1000 തവണ പറഞ്ഞു കഴിഞ്ഞു, നിർത്താൻ പറഞ്ഞു സച്ചി. എങ്ങനെ നിർത്തുവടാ, എന്നെ ചതിച്ചില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധി. അപ്പോൾ സച്ചിയേട്ടാ എന്നൊക്കെ ഈ കാണിക്കുന്നേ, എന്തിനാ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ എന്ന് രേവതി ചോദിക്കുമ്പം, നിന്റെ ഭർത്താവ് ഇതുപോലെ കുളിച്ചിട്ട് വരാറില്ലേ, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് കുടിച്ചതാണെന്ന് സുധി രേവതിയോട് പറയും. അച്ഛാ എത്ര സന്തോഷത്തോടെ ജീവിച്ചതാ ഞങ്ങൾ, അച്ഛാ എല്ലാം അവൾ നശിപ്പിച്ചില്ലേ, അച്ഛാ കള്ളം പറഞ്ഞ് എന്നെ ചതിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചിലും. രവിയേട്ടൻ ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. രവിയേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴും സുധി ഇങ്ങനെ പിച്ചുമ്പേയും പറയാം. അപ്പോഴത്തേക്കും അവിടെ നിന്ന് എഴുന്നേറ്റു വീഴാൻ പോയി. സുധിയെ സച്ചി വട്ടം കയറി പിടിച്ചു. എന്നെ വിടടാന്ന് പറഞ്ഞ് അച്ഛാന്ന് വിളിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുക. സച്ചി പിടിച്ചൊരു തള്ളും തള്ളി. അച്ഛനെ വിഷമമായ അച്ഛാന്നൊക്കെ സുധി ചോദിക്കട്ടെ. അച്ഛൻ നിന്ന് ഭയങ്കര കരച്ചിൽ. ഇങ്ങനെ കരഞ്ഞ് അച്ഛൻ്റെ കാലിലേക്ക് വീണിട്ട് സോറി അച്ഛാ, സോറി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്. പറ്റിപ്പോയച്ചാ, തെറ്റ് പറ്റിപ്പോയച്ചാന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്. ഞാനൊരു തെറ്റ് അച്ഛനോട് ചെയ്തില്ല അച്ഛാ എന്നും പറഞ്ഞ് കരയുമ്പോൾ, എന്താടാ ഇതെന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ മകനെ സമാധാനിപ്പിക്കുക. നിന്നെ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോടാ എനിക്കെന്നൊക്കെ പറയുമ്പോൾ സച്ചി ഒക്കെ നോക്കി നിൽക്കുക. പച്ച ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ അച്ഛനെ ഞാൻ ചതിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ വിട്, അതിനൊക്കെ കൂടി എനിക്ക് കിട്ടിയ ശിക്ഷയാണോ അച്ഛാ ഇത് എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ കരയണു. അപ്പോൾ വലിയൊരു ചതിയുടെ ഒരു കഥ പുറകിൽ എവിടെയോ കിടപ്പുണ്ടല്ലോ, അത് നമ്മുടെ സുധി പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ രവിയേട്ടൻ ഇടയ്ക്ക് കയറിയത് വേണ്ടാന്ന് അങ്ങ് വെപ്പിച്ചു. വിട് എന്നും പറഞ്ഞു. അപ്പോൾ രേവതിയും സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ മോനെ മടിയിലേക്ക് കിടത്തി ഭയങ്കര സമാധാനിപ്പിച്ച അച്ഛൻ. അപ്പോൾ അച്ഛാ അവൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിച്ചു, ഞാൻ വെറും മണ്ടന, ഒന്നിനും കൊള്ളാത്തവനാണെന്നൊക്കെ അവൾ ഒരിക്കലും പറഞ്ഞിരുന്നതാണെന്നും അതൊക്കെ ശരിയായല്ലേ അച്ഛാ എന്നൊക്കെ സുധി പറയുമ്പം, ഇല്ലടാ ഇല്ല, അവൾ ആ തെറ്റ് ചെയ്തത്, എൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല, നീ എന്തിനാ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സങ്കടമൊക്കെ ഉണ്ടാവും, പക്ഷേ മോനെ അതിനുള്ള മരുന്നൊന്നും ഇതല്ലടാ എന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുക. നിൻ്റെ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ കരച്ചിൽ. അപ്പോൾ സോറി അച്ഛാന്നും പറഞ്ഞ സുധി. അച്ഛാ എന്നോട് ക്ഷമിക്കച്ചാ, എനിക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല അച്ഛാ, അതുകൊണ്ടാണെന്നൊക്കെ സുധി ഇങ്ങനെ ഇരുന്ന് പറയാം കേട്ടോ. അങ്ങനെ അച്ഛനും മോനും കൂടെ കുറേ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സുധി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് സച്ചി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാൻ എൻ്റെ അമ്മയോടൊന്ന് സംസാരിച്ചോട്ടെ, അപ്പോൾ അമ്മ വരട്ടെ, അപ്പോൾ കാണാം, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി എന്നിട്ട് സുധിയെ താങ്ങി എടുത്ത് കൊണ്ടുപോയി കട്ടിലേക്ക് കിടത്തു. അപ്പോഴത്തേക്ക് അച്ഛൻ ആ തൂണെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ. അങ്ങനെ സച്ചിയാണെങ്കിൽ സുധിയെ റൂമിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കിടന്ന പാടെ നമ്മുടെ സുധിയും കിടന്നു. ഞാൻ ഇന്ന് വരെ അവളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, അവളെന്നെ ചതിച്ചെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും സുധിയുടെ ഷൂ ഒക്കെ ഊരി പുതപ്പൊക്കെ പുതപ്പിച്ച് സച്ചി ഇങ്ങനെ കിടത്തുക. അവളെന്നെ ചതിച്ചു എന്ന് പിച്ചുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. സച്ചി എന്നിട്ട് റൂമിൻ്റെ പുറത്തിറങ്ങി ഡോറും പൂട്ടി സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അവൻ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ സച്ചിക്കും സഹിക്കുന്നില്ല. സച്ചി ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് സച്ചിയും രേവതിയും കൂടെ വരിക. അച്ഛാ ഇനി അവനെ പുറത്തു വിടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് സച്ചി പറയുന്നു. എന്ന് കരുതി അവനെ വീട്ടിൽ പൂട്ടിയിടാൻ പറ്റുമോടാന്ന് അച്ഛൻ ചോദിച്ചു. ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ സച്ചിക്കും പറയാൻ വാക്കുകളില്ല. അപ്പോഴത്തേക്കും ചന്ദ്ര പുറത്ത് പോയിട്ട് കയറി വന്നു. ചന്ദ്ര ഇവരെ കണ്ടിട്ട് മിണ്ടാതെ അകത്തേക്ക് കയറി പോകുമ്പോൾ, ചന്ദ്ര എന്ന് പറഞ്ഞ് രവിയേട്ടൻ വിളിച്ചു. ഇതിനൊരു അവസാനം ഉണ്ടാക്കിയേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതിനൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. അവസാനം ഉണ്ടാക്കിയല്ലോ, ആ കള്ളിയെ ഈ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതോടെ എല്ലാം അവസാനിച്ചു എന്ന് ചന്ദ്ര. അപ്പോൾ അത് അവസാനമല്ല, ഇതൊരു തുടക്കം മാത്രമാണെന്ന് രവിയേട്ടൻ പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കുക. തുടക്കമോ? അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിലേ നീ മുറിയിലൊന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ എന്നാ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചിയും രേവതിയും ഇങ്ങനെ നിൽക്കുന്നു. അവിടെ നമ്മുടെ മോൻ സുധി കിടപ്പുണ്ട്. സ്വബോധത്തോടെയല്ല അവൻ കിടക്കുന്നത്, മദ്യപിച്ച് ലക്ക് കെട്ട് ബോധമില്ലാതെയാണ് കിടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, അവൻ കുടിച്ചുന്നോ? അവൻ നേരം സച്ചി കുടിച്ചു, ഇവിടെ വച്ചല്ല, ബാറിൽ പോയി അവൻ കുടിച്ചതെന്ന് സച്ചി പറയാട്ടോ. കുടിച്ച് ലക്ക് കെട്ട് പോലീസുകാരോട് കയർത്തു, അവരവനെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രമതി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അച്ഛനും സച്ചേട്ടനും ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, എന്തൊക്കെ അവനീ കാണിക്കുന്നത്, അവനെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് വലിയ ആൾ കളിച്ച് ചെല്ലുമ്പം
ചന്ദ്ര അവിടെ നിൽക്കാൻ പറഞ്ഞു അച്ഛൻ. അവൻ ഉണർത്തണ്ടാന്ന് പറഞ്ഞു സച്ചി. പുതിയൊരു ശീലങ്ങൾ തുടങ്ങിയിരിക്കാം. ഈ നിൽക്കുന്നവനെ പോലെ ആവാനാണോ അവൻ്റെ ഉദ്ദേശമെന്നും ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തിച്ചു തരാമെന്നും ചന്ദ്ര പറയുമ്പം മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് കുടിച്ചാണെന്നാണ് പറയുന്നതെന്ന് രേവതി പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വിഷമിക്കാൻ മാത്രം എന്തുണ്ടായെന്നാണ് പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര രേവതിയുടെ നേരെ അങ്ങ് കയറി ചെന്നു. അപ്പം എന്നും ഉണ്ടായിട്ടില്ലേ ഇവിടെയെന്ന് രവിയേട്ടൻ ചോദിക്കാം. അവൻ്റെ ഭാര്യയല്ലേ നീ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടത്? അപ്പോൾ ഓഹോ, ഞാൻ ചെയ്തത് തെറ്റാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അവളെ പുറത്താക്കുന്നതിന് മുൻപ് നീ അവൾ പറയുന്നതും കൂടെ കേൾക്കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അവൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം നീ അറിയണമായിരുന്നു എന്ന് രവിയേട്ടൻ പറയാം. ആ സമയത്ത് അതൊക്കെ പോട്ടെ, സുധിയുടെ തീരുമാനം എന്താണെന്ന് നീ ചോദിച്ചായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു ചന്ദ്രൻ നിൽക്കാം. അവൻ താലി കെട്ടിയ പെണ്ണിനെയല്ലേ നീ പുറത്താക്കിയത്? ഞാൻ എന്തിനതൊക്കെ ചോദിക്കണം? അവൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതിനുള്ള ശിക്ഷയെ ഞാൻ കൊടുത്തിട്ടുള്ളൂ, അല്ല ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചന്ദ്രേ, ശ്രുതി ചെയ്തത് തെറ്റ് തന്നെയാ. എന്നാൽ നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും തെറ്റ് തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നും പറഞ്ഞു ചന്ദ്ര ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവർ പറയുന്നതൊക്കെ ഒരുമാതിരി പുച്ഛഭാവത്തിലെടുത്ത് അവൻ്റെ ഭാര്യ പോയ വിഷമത്തിലാണ് അവൻ കുടിച്ചതെന്ന് പറയുമ്പം അവൾ പോയതിൽ അവന് ഒരു വിഷമവും ഇല്ല. അവനെ ചതിച്ചതിലാണ് അവന് വിഷമമെന്ന് ചന്ദ്രമതി പറയാം. അവള് എൻ്റെ മോനെ വെറും വിഡ്ഢിയാക്കി, അവൻ കുടിച്ചിട്ടുണ്ടാവുക ആ ഒരു വിഷമത്തിലായിരിക്കും എന്നൊക്കെ പറയുമ്പം നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്രേ, പറയണ്ട, ആരും ഒന്നും പറയാൻ നിൽക്കണ്ട. വേഷം കെട്ടിച്ച് ഒരുത്തനെ കൂട്ടിക്കൊണ്ടുവന്ന് നാടകം കളിച്ച അവളെ, എൻ്റെ മോനെയും കുടുംബത്തെയും ചതിച്ച അവളെ ഞാൻ എവിടെ ഇരുത്തി പൂവിട്ട് പിന്നെ പൂജിക്കണോ? അതാണോ ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുക. എവിടെയോ കിടന്ന് അവളെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഒരു പാപം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനുള്ള പരിഹാരമാണ് ഞാൻ ഇപ്പം ചെയ്തത്. അവളെ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇനി അവൾ ഈ വീട്ടിൽ ഉണ്ടാവില്ല, അത് ഉറപ്പാ. എല്ലാവരും അവളെ അങ്ങ് മറന്നേക്ക് എന്ന് പറഞ്ഞ് ചന്ദ്ര. ഇനി ആ കള്ളിയെക്കുറിച്ച് ഇവിടെ ആരും സംസാരിക്കരുതെന്ന് പറഞ്ഞ് ചന്ദ്ര കുറേ തീരുമാനങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോവുക. എൻ്റെ മോന് അതിന് കഴിയും, അവളെ മറന്നോളും എന്നൊക്കെ പറഞ്ഞ് ഇപ്പം വെറുപ്പ് അവൻ അവളോടെന്നൊക്കെയാണ് ചന്ദ്ര ഇവരോട് എല്ലാവരോടും പറയണത്. ഇതൊക്കെ കേട്ട് ഇവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അങ്ങനെ ചന്ദ്ര പോയി കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ലെന്ന് മനസ്സിലാക്കി രവിയേട്ടൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. സുധി അപ്പം മുറിയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോഴാണ് ചന്ദ്ര കയറി ചെല്ലുന്നത്. നീ എന്താടായി കാണിച്ചേ? ആ കള്ളിക്ക് വേണ്ടി നീ സ്വയം നശിക്കുകയാണെന്ന് ചോദിച്ചു ചന്ദ്ര. എഴുന്നേൽക്കടാ, നീ എഴുന്നേക്ക് എന്നും പറഞ്ഞ് ചെന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞില്ലേ അവൾ പോയതിൽ നീ സന്തോഷിക്കുക വേണ്ടതെന്ന്. നീ രക്ഷപ്പെട്ടുവെന്ന് വേണം മോനെ കരുതാൻ. എഴുന്നേക്കും മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കാം. മോൻ എവിടെ എഴുന്നേക്കാൻ? എന്തൊരു കോലപാടാ ഇത്, നീ തന്നെയാണോടാ ഇത്, എഴുന്നേക്കടാ. അപ്പം അമ്മ അത് തന്നെ എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയാം. അപ്പോൾ ചന്ദ്ര എന്ന് മകൻ്റെ അരികിലിരുന്നു. സുധിയാണെങ്കിൽ അതും ഇതൊക്കെ പറയുക. അപ്പോൾ എടാ മോനെ എഴുന്നേക്കടാ, എടാ മോനെ എഴുന്നേക്കടാ എന്നും പറഞ്ഞ് ചന്ദ്ര വിളി. പക്ഷെ എഴുന്നേക്കുന്നില്ല. അവൾ കാരണം എൻ്റെ മോൻ വീണു പോകരുതെന്ന് ചന്ദ്ര മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. അവൾ സ്നേഹം നടിച്ച് എൻ്റെ മോനെ ചതിച്ചതാണെന്നും അതാ ഇവൻ്റെ വിഷമം മുഴുവനെന്നും ചന്ദ്ര പറയുക കേട്ടോ. ഇങ്ങനെ എൻ്റെ മോനെ കാണാൻ എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം ചന്ദ്രയ്ക്ക്. ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഇവൻ്റെ കല്യാണം നടത്തണമെന്നാണ് ചന്ദ്ര തീരുമാനിക്കുന്നത്. അങ്ങനെ മകൻ്റെ തലയിലൊക്കെ തൂത്തും തലോടിയും ചന്ദ്ര തൊട്ടരികിൽ തന്നെ ഇരിക്കുക. അപ്പോഴും വലിയ വീട് നോക്കിയാൽ പോകുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ദേവുവിനെ കേട്ടോ. ദേവു ഇങ്ങനെ വഴിയിലൂടെ നടന്നു വരുന്നു. അപ്പോഴത്തേക്കും ഒരു ബൈക്കിൽ ഒരാൾ ദേവുവിൻ്റെ അടുത്തേക്ക് വരുന്നു. വേറെ ആരുമല്ല, അരുണ. ഹലോ എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ അരുണെന്താ ഇവിടെയെന്ന് ചോദിച്ചു ദേവു. അത് പിന്നെ ഞാനേ നിന്നെ കാണാൻ വേണ്ടി വന്നല്ലേന്ന് പറയും. അപ്പോൾ വേണ്ട വിട്ടോളാൻ പറഞ്ഞു ദേവു. ഇത് ഞാനും അമ്മയും പൂവെടുക്കുന്ന ഏരിയ, പരിചയക്കാരൊക്കെ ഉണ്ടെന്നും ആരെങ്കിലും കണ്ടാലോ എന്ന് ചോദിച്ചപ്പം. അപ്പോൾ കണ്ടാലിപ്പോൾ എന്താ കുഴപ്പം, നമ്മൾ നാളെ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, അപ്പോൾ കളിക്കല്ലേ, പോകാൻ നോക്കാൻ ദേവു. അപ്പോൾ ഞാൻ പോകില്ല എന്ന് അരുൺ. എന്നാൽ പിന്നെ ഞാൻ പോയേക്കാവെന്നും പറഞ്ഞ് ദേവു പോകുമ്പം അയ്യോ പോലെ നിൽക്കുന്നു പറഞ്ഞു ചെന്ന് ദേവുവിനെ പിടിച്ചങ്ങ് നിർത്തി. അപ്പം വിട്, എന്തേ കാണിക്കുന്നേ, ആളുകൾ കാണുമെന്ന് പറഞ്ഞു. വല്ലാത്ത പേടിയാണല്ലോ നിനക്ക്. അതെന്താ? നീ ഒരു പോലീസുകാരൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാ, അത് നിനക്ക് ഓർമ്മ വേണം കേട്ടോ എന്ന് അരുൺ പറയുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറ, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം എന്നും പറയാനുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. നീയേ നമ്മുടെ വിഷയം നിൻ്റെ അമ്മയോട് പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് സാവകാശം എന്താ, കുറച്ച് നാൾ കഴിയട്ടെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ചേടാ, ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ, സമയമുണ്ടല്ലോ, കുറച്ച് വെയിറ്റ് ചെയ്യാനായിട്ട് ദേവു പറയാം. അപ്പോൾ എൻ്റെ ചേച്ചി ഹസ്ബൻഡൊക്കെ എപ്പോഴും ഇതുവഴി പോകുന്നവരാ, അവരെങ്ങാനും കണ്ടാലുണ്ടല്ലോ, അപ്പോൾ കണ്ടാലിപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുമെന്ന്. എന്നാൽ പിന്നെ അവർ കാണുന്നതല്ലേ നല്ലത്. അതെ, അവരിപ്പോൾ എവിടെ താമസിക്കുന്നതെന്ന് പറ, ഞാൻ ചെന്ന് അവരെ കണ്ട് നമ്മുടെ കാര്യം അവരോട് പറയാം. അവർ ചിലപ്പോൾ പെട്ടെന്ന് കല്യാണം നടത്തി തന്നാലോ. തരും ഇതറിഞ്ഞാലേ അവരെങ്ങനെ പ്രതികരിക്കുന്നുള്ള പേടിയാണ് എനിക്ക്. നീ ഒരു കാര്യം ചെയ്യ, നിൻ്റെ അമ്മയോട് ഈ കാര്യം പറ. അമ്മ പാവമാണല്ലോ,
അമ്മ കല്യാണത്തിന് സമ്മതിച്ചാൽ പിന്നെ ആരെതിർത്താലും എനിക്കതൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചി എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ്. ഏട്ടൻ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനാണ്. അവരുടെയൊക്കെ സമ്മതത്തോടെ വേണം കല്യാണം നടത്താനെന്ന് ദേവു പറയുമ്പം ഇങ്ങനെ നോക്കി നിൽക്കുക അരുൺ. അപ്പോൾ സമയമാകുമ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ് എല്ലാവരെ കൊണ്ട് സമ്മതിപ്പിക്കാം. അതിനെനിക്കൊരു കുറച്ച് സമയം തരാൻ പറഞ്ഞു. ശരി, ടൈമൊക്കെ തരാം എന്ന് വെച്ചു കൂടുതൽ ടൈമൊന്നും എടുക്കരുത് കേട്ടോ. ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അരുൺ അവിടെ നിന്ന് പോകാൻ നോക്കും. പിന്നെ നിൻ്റെ അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ നീ കുറേ ആയില്ലേ അമ്മയെ കണ്ടിട്ട്, ഞാൻ അടുത്തൊരു ദിവസം വരാം, അമ്മയോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. ശരി, നീ വണ്ടി ഞാൻ കൊണ്ടാക്കാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ നടന്നു പോക്കാളാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അരുൺ അവിടെ നിന്ന് അങ്ങ് പോണു. അങ്ങനെ അരുൺ പോയി. ദേവു അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധി ഇങ്ങനെ അവിടുത്തെ പതുക്കെ എഴുന്നേറ്റും ഇങ്ങനെ ചുറ്റിനും നോക്കുക. ഈശ്വര, ഒരുപാട് ലേറ്റായി പോവല്ലോ എന്നും പറഞ്ഞു. ഇന്ന് അച്ഛൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് സുധി ബോധം വന്നപ്പോൾ ഇങ്ങനെ അവിടെ ഇരിക്കുക. അങ്ങനെ സുധി ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആകുന്നു. അതിനുശേഷം കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ കുറേ നേരം നിന്നു. പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി ആട്ടോ. സച്ചി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ രേവതി സച്ചിക്ക് ചായ ആയിട്ട് അങ്ങോട്ടേക്ക് വരിക. സച്ചേട്ടാ എന്നാന്നും പറഞ്ഞ് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴും സച്ചി ഇങ്ങനെ വിഷമിച്ച് തന്നെ ഇരിക്കട്ടോ. അപ്പോൾ രേവതി എന്ന് അടുത്തിരുന്നു. സച്ചി ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് രേവതി നിങ്ങളുടെ ഏട്ടൻ എഴുന്നേറ്റോ എന്ന് ചോദിച്ചു. അതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്ന് സച്ചി അന്നേരം രേവതിയോട് പറയുക. പറഞ്ഞിട്ട് കാര്യമില്ല, ചില സമയത്ത് നല്ലവർ ചീത്ത ആൾക്കാരാകും, ചീത്ത ആൾക്കാർ നല്ലവരും ആകും. കുടിക്കുന്ന ശീലം ഒന്നും ഇല്ലായിരുന്നു നിങ്ങളുടെ ഏട്ടന്. ഇന്ന് കുടിച്ചിട്ട് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചത്. ആ പാർലറടുത്ത് പറഞ്ഞാൽ മതിയല്ലോ, എല്ലാത്തിനും കാരണം അവളാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും സംസാരിക്കുന്നത് കേട്ടാണ് സുധി വരുന്നത്. സുധി മുകളിൽ നിന്നിതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുക. അപ്പോൾ ഇവർ പറയുന്നത് കേട്ട് ഇങ്ങനെ നിൽക്കുന്ന സുധി, പക്ഷെ സുധി കേൾക്കുന്നത് ഇവർ കാണുന്നില്ല. എന്തു പറഞ്ഞാലും ശ്രുതിക്ക് നിങ്ങളുടെ ഏട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് രേവതി പറയുന്നു. അപ്പോൾ പെട്ടെന്ന് വിട്ടുപോയതിൽ വലിയ വിഷമം കാണുമെന്നൊക്കെ പറയണു. പിന്നെ ഉള്ളത് പറയാമല്ലോ, ശ്രുതിയെ കല്യാണം കഴിച്ചതോടെയാണ് നിങ്ങളുടെ ഏട്ടൻ ആകെ മാറിപ്പോയത്. അതിന് മുന്നേ എന്തായിരുന്നു? അപ്പോൾ ജോലിക്ക് പോവില്ല, വീട്ടുകാര്യങ്ങൾ നോക്കില്ല. അപ്പോൾ ഇതെല്ലാം കേൾക്കുവാട്ടെ ശ്രുതി. ഇനി അഥവാ പോയാൽ തന്നെ ഒരാഴ്ച തികച്ച് നിൽക്കില്ലായിരുന്നു. ഇന്നിപ്പോൾ ഷോറൂമിൻ്റെ ഓണറൊക്കെ ആയില്ലേ, അത്യാവശ്യം വരുമാനവും ഇല്ലേ. പിന്നെ അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ മാറ്റിയെടുത്തത് ശ്രുതി തന്നെയല്ലേ എന്ന് രേവതി പറയണു. ഇതൊക്കെ കേൾക്കുമ്പോൾ തോറും ശ്രുതിക്ക് ചങ്ക് പൊട്ടും. പാർലറെടുത്ത് അവൻ്റെ കൂടെ ഇല്ലെങ്കിൽ അവൻ വീണ്ടും പഴയപടിയാകുമെന്നാണോ നീ പറയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പം സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ശ്രുതിയെ കിട്ടിയത് നിങ്ങളുടെ ഏട്ടൻ്റെ ഭാഗ്യം തന്നെയാണെന്ന് രേവതി പറയാം. ശ്രുതി അദ്ദേഹം കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നും പറയുന്നു. ശ്രുതി ഇതൊക്കെ കേട്ട് നിൽക്കുക കേട്ടോ. അത് കേട്ടപ്പം അനി ഇവൻ്റെ കഥ അറിയുന്ന ആരെങ്കിലും ഇവന് പെണ്ണു കൊടുക്കുമോ? പിന്നെ പാർലറെടുത്ത് ഒരു ഫ്രോഡായതുകൊണ്ടാണ് ഇവനൊരു ഫ്രോഡാണെന്ന് അറിഞ്ഞിട്ട് കല്യാണം കഴിച്ചതെന്ന് സച്ചി. അത് കേട്ടപ്പോൾ ശ്രുതി ഞെട്ടി. നിങ്ങളുടെ ഏട്ടനെ ശ്രുതിയെന്ന് വെച്ചാൽ ജീവനാ. ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും അവളോട് അദ്ദേഹത്തിനോട് സ്നേഹക്കുറവുണ്ടെന്നൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ എന്ന് രേവതി പറഞ്ഞു. സച്ചേട്ടൻ്റെ അമ്മയെ ഭയന്നിട്ട് അദ്ദേഹം അവളെ കൂട്ടിക്കൊണ്ട് വരാത്തതെന്നൊക്കെ രേവതി പറയാം. അവൻ പണ്ടേ അങ്ങനെയാ. അമ്മ പറയുന്നതിനപ്പുറം അവൻ നടക്കുമായിരുന്നില്ല. സ്വന്തമായി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ പോലും അവനെ കൊണ്ട് കഴിയത്തില്ല. എല്ലാം ആരെങ്കിലും അവന് പറഞ്ഞു കൊടുക്കണം. മണ്ടനാവൻ. വെറും മണ്ടൻ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി എടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി മോളിൽ നിന്ന് വിളിക്കണം. ആരാടാ മണ്ടൻ എന്നും ചോദിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലണം. കിടക്കുന്ന എൻ്റെ പൊന്നെ പണിയായെന്ന് ഇവർക്ക് മനസ്സിലായി. പറയടാ ആരാടാ മണ്ടൻ? ഞങ്ങൾ നിന്നെക്കുറിച്ച് സംസാരിക്കായിരുന്നു എന്ന് സച്ചി അന്നേരം ഈ സുധി താഴെ ഇറങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെപ്പറ്റി നിങ്ങളാരും സംസാരിക്കണ്ട, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. എനിക്ക് 1 2 അല്ല 7 ഡിഗ്രിയാണ് ഉള്ളത്, 7 എണ്ണം. ശ്രുതിയെ ഞാൻ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിലേ എന്നെ കല്യാണം കഴിക്കാൻ ഇവിടെ പെൺകുട്ടികൾ ക്യൂ നിന്നേനെ. ശ്രുതിയെ കെട്ടിയത് എൻ്റെ മഹാഭാഗ്യമാണ് പോലും. എന്നെ കെട്ടിയത് അവളുടെ മഹാഭാഗ്യം എന്ന് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ഭയങ്കര ചിരി. എൻ്റെ പൊന്നു രേവതി നീ ഇത് കേട്ടോ, ചിരിപ്പിക്കാതെ എൻ്റെ ഏട്ടാന്ന് പറഞ്ഞ സച്ചി. എൻ്റെ അവസ്ഥ കണ്ട നീയൊക്കെ ചിരിക്കുകയാണെന്ന് എനിക്ക് അറിയാമെന്ന് സുധി അന്നേരം പറയാം. അപ്പോഴത്തേക്കും വരുന്നു ചന്ദ്ര. ഡാ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചയും വെച്ചുകൊണ്ട് ചന്ദ്ര വരുന്നത്. അമ്മയെ കണ്ടപ്പോഴത്തേക്കും സുധിമോൻ ഒരു ചെറിയ പേടി. അമ്മേ അപ്പം നീ കുടിക്കുമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ അടിക്കുക സുധിയെ. അയ്യോ അമ്മ തല്ലല്ലേ അമ്മ ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാൻ പറഞ്ഞുകൊണ്ട് മോൻ ഇന്ന് നിനക്ക് എന്നാടാ ഈ ശീലം തുടങ്ങിയെന്ന് ചോദിച്ചു. പിന്നെ അടിക്കാം, ഇവനെ പോലെ ആകാൻ നീ തീരുമാനിച്ചോടാന്ന് ചോദിച്ചു. അടിച്ചടിച്ചാ വീഴ്ത്തി. അപ്പോഴത്തേക്കും ചന്ദ്ര എന്താ ഇതെന്ന് ചോദിച്ചു രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. മോൻ എഴുന്നേക്കാൻ പറഞ്ഞ് സുധിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാം. എന്തിനാ ചന്ദ്ര നീ ഇവനെ അടിച്ചേ? പിന്നെ ഞാൻ ഇവനെ എന്തായിരുന്നു രവിയേട്ടാ ചെയ്യണ്ടേ? ഏതോ ഒരു പെണ്ണിന് വേണ്ടി കുടിച്ച് സ്വയം നശിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക ഇവൻ. അപ്പോൾ ഏതോ ഒരു പെണ്ണല്ല ചന്ദ്രേ, ഇപ്പോഴും ഇവൻ്റെ ഭാര്യയാണ് അവൾ. അതറിയാവോ എന്ന് ചോദിച്ചു. അങ്ങനെ രവിയേട്ടൻ പറയണു ഇവൻ കെട്ടിയ താലി ഇപ്പോഴും അവളുടെ കഴുത്തിലുണ്ടെന്ന്. താലിയൊക്കെ കഴുത്തിലുണ്ടാവും, പക്ഷേ ഇവൻ്റെ മനസ്സിൽ അവളില്ല എന്ന് ചന്ദ്രമതി പറയുമ്പോൾ സുധി ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക.
സച്ചിയും രേവതിയും അച്ഛനും ഇങ്ങനെ സുധിയെ നോക്കുകയാണ്. അവളിപ്പോൾ ഏതോ ഒരു പെണ്ണ് തന്നെയാണെന്ന് പറയുമ്പം ഇവൻ്റെ മനസ്സിൽ അവളില്ലാന്ന് നീയല്ല പറയേണ്ടത്, ഇവനാ പറയേണ്ടതെന്ന് അച്ഛൻ അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. സുധി ആകപ്പെട്ടു. സുധി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇവനെ തല്ലുകയാണോ വേണ്ടേ? അവൻ്റെ ഇഷ്ടത്തിന് നീ അങ്ങ് വിട്. ശ്രുതി അവൻ്റെ കൂടെ വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരട്ടെ. എടാ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോടാ എന്ന് ചന്ദ്രമതി സുധിയോട് ചോദിക്കുമ്പോൾ സുധി ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കട്ടോ. പറയണോ വേണ്ടോ എന്ന്. എടാ പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര. സുധി അന്നേരം എന്ത് പറയുന്നുള്ള പേടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോൾ സുധി ഇങ്ങനെ നിന്ന് ആലോചിക്കുക. എല്ലാവരും ആകാംക്ഷഭരിതരായിട്ട് സുധിയുടെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. സുധി എന്തു പറയും എന്നുള്ളൊരിത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.